ദൈവസന്നിധാനത്തിൽ ആഗതരായിരിക്കുന്ന ബഹുമാന്യരും ശ്രേഷ്ഠരും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. വിശേഷാൽ അനുഗ്രഹീത കത്തുദാസൻ ബിജു പാസ്റ്റർ തൻ്റെ കുടുംബം അവരോടൊത്ത് ഈ രാജ്യത്ത് സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര സെൻട്രലിൽ വിവിധ പ്രാദേശിക സഭകളിൽ ശുശ്രൂഷിച്ചു വരുന്നു. ഈ ആരാധനകളൊക്കെ യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്ന് എൻ്റെ മകൻ ജെഫി ടിനിമോൻ അവരുടെ കുടുംബമായി പാർക്കുന്നു. അവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നത്. ഇത്രയും തിരക്കിട്ട സന്ദർഭങ്ങളിലും ബഹുമാന്യ കത്തുദാസൻ ബിജു പാസ്റ്റർ കൊട്ടാരക്കരയിൽ വന്നപ്പോൾ ഇളയവൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം അവിടുന്ന് സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 2 തലമുറകളാണ്. മൂത്ത മകൻ ജെഫി UK-യിലായിരിക്കുന്നു. അവൻ കുവൈറ്റിലായിരുന്നപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാൻ കുവൈറ്റിലേക്ക് അവനെ പറഞ്ഞു വിടുമ്പോൾ എവിടെയായിരിക്കും ആരാധന, ആരായിരിക്കും നിങ്ങളുടെ പാസ്റ്റർ എന്നൊക്കെ ചോദിപ്പാനിടയായി തീർന്നു, അന്വേഷിപ്പാനിടയായി തീർന്നു. അന്ന് വയലായിലുള്ള ഒരു ജോൺസൺ പാസ്റ്ററായിരുന്നു അവരുടെ പാസ്റ്റർ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പാസ്റ്റർ ഭാരപ്പെടേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെ ആരാധിച്ചു വന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞു അവർ കുടുംബമായി ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം കൃപ നൽകി. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, മാഞ്ചസ്റ്ററിൽ നിങ്ങളെവിടെയാണ് ആരാധന കൂടുന്നതൊക്കെ. അവനിൽ കൂടിയൊക്കെ നിരവധി പ്രാവശ്യം അനുഗ്രഹീത കത്തുദാസിനെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി. ഞങ്ങൾക്ക് മാഞ്ചസ്റ്ററിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസ്റ്റർ കുടുംബമുണ്ട്. അനുഗ്രഹീത ഗായക സംഘങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൂടിവരവ് ഇവിടെയുണ്ട് എന്ന് ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം ജീവിതത്തിലുണ്ടായി. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. വിശേഷാൽ വിലപ്പെട്ട കത്തുദാസൻ ഇവിടെ അസിസ്റ്റൻ്റ് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന ബ്ലസ്സൻ ജീവൻ ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി കരയറ്റുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ട്. ഈ രാജ്യത്ത് കടന്നു വന്ന ആദ്യത്തെ സൺഡേ സർവീസാണ്. വിശുദ്ധ കർത്തൃമേശയോട് അനുബന്ധിച്ച് കർത്തൃമേശ കൈക്കൊള്ളുവാനൊക്കെ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാ നിലയിലും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇത്രയും യൗവനക്കാർ അല്ലെങ്കിൽ ടീനേജിൽ ഉള്ള പ്രിയപ്പെട്ടവരോടൊത്ത് ഞാൻ ആദ്യമായിട്ടാണ് ആ ദൈവത്തെ ആരാധിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, കുറച്ച് വാർദ്ധക്യത്തിലെത്തിയ പേരാണ് കൂടുതലും. അല്ലാതെ ഇത്രയും കുഞ്ഞുങ്ങൾ ഒന്നും ഞങ്ങളുടെ സഭയിലില്ല. യൗവനക്കാർ തീരെ കുറവാണ്. കൃത്യ സമയത്ത് ആരാധന കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകും. എല്ലാം ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഒക്കെ പാടുവാൻ, പുതിയ ഗാനങ്ങളൊക്കെ പാടുവാൻ കൊയറിനെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിലയിലും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരാരാധനയായി തീർന്നു എന്നുള്ളതാണ്. ഞാനെവിടെ പോയാലും എൻ്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിടാറുണ്ട്.
ഞാൻ 10-12 വർഷം സൗദി അറേബ്യയിലായിരുന്നു. എൻ്റെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ കർത്തൃവേലയുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഞാൻ കൊട്ടാരക്കര സെൻട്രലിൽ ഏകദേശം 10-28 വർഷത്തോളം വിവിധ പ്രാദേശിക സഭകൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. എല്ലാ നിലയിലും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. അല്പസമയം തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കുക. 68-ാമത്തെ സങ്കീർത്തനങ്ങൾ അതിൻ്റെ 20-ാമത്തെ വാക്യം എടുത്ത പ്രിയപ്പെട്ടവർക്ക് ഒന്ന് വായിക്കാവുന്നതാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. ഈ വാക്യത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. നീക്കുപോക്ക് വരുത്തുന്ന ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ ഉദ്ധരിക്കുന്ന ദൈവമാണ്. മനുഷ്യജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഏതൊക്കെ വിടുതലുകളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം ആരാണ്? നാം പാടുന്ന പാട്ടിലൂടെ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥനയിലൂടെ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം സംസാരിക്കുന്ന വചനത്തിൽ കൂടി അവനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എന്നുറപ്പുള്ള, വിടുവിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് ഏറ്റവും വലിയ വിടുതൽ? നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അവൻ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടേണം. അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വിടുതൽ എന്നുള്ളതാണ്. അവൻ്റെ നാമം തന്നെ വിടുതലുള്ളതാണ്. ഏകദേശം യേശു കർത്താവ് 33.5 വർഷം ഈ ലോകത്തിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലയളവില് കേവലം 3.5 വർഷം കൊണ്ട് സകല നാമത്തിനും മേലായ നാമം ഈ ലോകത്തിലെടുത്തെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അവൻ്റെ നാമം തന്നെ വിടുതലിൻ്റെ നാമമാണ്. 30 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനം, 3.5 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് നമുക്കറിയാം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടക്കിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് നാം ഉയർത്തുന്ന നാമമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ കൃപ എത്ര വലിയത്! നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അപ്പോസ്തലനായ പത്രോസ് യോഹന്നാനും കൂടെ 9-ാം മണി നേരം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയാണ്, ജന്മനാമുടന്തനായ ഒരുവനെ ചുമന്നുകൊണ്ട് ദേവാലയ വാതിൽക്കൽ ഇരുത്തും. എന്തിനാ? ഭിക്ഷയാചിപ്പാൻ വേണ്ടി. എന്താ? അപ്പോസ്തലനായ പത്രോസ് യോഹന്നാനും അവൻ്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് യോഹന്നാനും അവനോട് പറയുക, നീ എന്നെ സൂക്ഷിച്ചു നോക്ക്, ഞങ്ങളെ നോക്ക്. ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്താരും തന്നെ ഒരു ഭിക്ഷക്കാരനെ സൂക്ഷിച്ചു നോക്കിയേയില്ല. എന്നാൽ പത്രോസും യോഹന്നാനും അവരെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ എന്തില്ല? ഞങ്ങളുടെ പക്കൽ വെള്ളിയും
പൊന്നുമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ പക്കൽ ഉള്ള ഒന്നുണ്ട്. അത് ഏതാണ്? അത് യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ നരിയാടി ഉറച്ചെങ്കിൽ അവൻ തുള്ളിയും ചാടിയും ദേവാലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിച്ചെങ്കിൽ അവന്റെ നാമം തന്നെ അത് ശ്രേഷ്ഠനാമമാണ്, അത് വിടുതലിന്റെ നാമമാണ്. അനുഭവിച്ച ദൈവമക്കള് എത്ര പേരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച ദൈവമക്കള് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ കരങ്ങളടിച്ച് ഒന്ന് പറഞ്ഞേ, ആ നാമം എന്നെ ഇന്ന് വിടുവിക്കുന്ന നാമമാണ്. ദൈവനാമത്തിന് ശ്രേഷ്ഠ. ഈ ജന്മനായ മുടന്തനെ ലഭിച്ച ഭാഗ്യം എത്ര വലിയത്. അവൻ സ്വയമേ എഴുന്നേൽക്കുന്നു, സ്വയമേ നടക്കുന്നു, അവൻ തുള്ളുന്നു, ചാടുന്നു, അവൻ ദേവാലയത്തിൽ ചെല്ലുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അപ്പോസ്തലന്മാരോടൊത്ത് ചേർന്ന് നിൽക്കുന്നു. അവന് കിട്ടിയ ഭാഗ്യ പദവി എത്ര വലിയതാണ്. പ്രിയ ദൈവമക്കളെ, നാണയത്തുട്ടുകൊണ്ട് ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവന് അതിനപ്പുറത്ത് ഒരു വിടുതലുണ്ടെന്ന്, യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ ഓരോ ദിവസവും പ്രിയ ദൈവ പൈതലെ ദൈവ സന്നിധാനത്തിൽ കടന്നു വരുന്ന ദൈവമക്കൾക്ക് അവന്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട് എന്നുള്ളതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ ദൈവസന്നിധാനത്തിലൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ 3 കാര്യം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കണം. തത്വചിന്തകന്മാർ പറയുന്നത്, ഒരാത്മീയൻ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ അവൻ എന്തുണ്ടായിരിക്കണം? ഒരു ക്വാളിഫിക്കേഷൻ. അവൻ എന്താ? അവൻ പ്രിപ്പയർ ചെയ്ത് വരണം, ഒരുക്കത്തോടെ കടന്നു വരണം. ആരാധനയ്ക്ക് ഒരുക്കത്തോടെ കടന്നു വന്നാൽ വിടുതലോട് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. 2, അവൻ്റെ ആരാധനയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യണം? വിശുദ്ധി. അവൻ്റെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടെങ്കിൽ അവൻ വിടുതലോടെ കടന്നു പോകാൻ കഴിയും. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകണം. എന്നെ എൻ്റെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകലില് ഇവിടെ കടന്നു വന്ന ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു ഒരുക്കത്തോടെ, ജീവിതത്തിൽ ഒരു സെപ്പറേഷനോടുകൂടെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോടെ കടന്നു വന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആരാധനയ്ക്ക് കടന്നുപോയി. നന്നാ രാവിലെ ഒരുക്കത്തോടെ വിറവ് കീറി അവൻ ബാലന്റെ തോളിന്മേൽ വെച്ച് ദൈവം കാണിപ്പാൻ ഇരുന്ന സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി അവൻ കടന്നുപോയി. ആരാധനയ്ക്ക് ആ മോറിയാമല ചവിട്ടുമ്പോൾ തൻ്റെ പിതാവിനെ കീറി മുറിക്കുന്ന ഒരു ചോദ്യം അവൻ ചോദിച്ചു. അപ്പാ, എന്തുണ്ട്? കയ്യിൽ വിറകും തീയും എല്ലാം ഉണ്ടെങ്കിലും യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയ ദൈവ പൈതലേ, അബ്രഹാം എന്ത് ചെയ്തു? അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവ കരുതിക്കൊള്ളും. എന്താ? സർവശക്തനായ ദൈവം കരുതുന്ന ദൈവമാണെന്ന് പ്രിയ ദൈവമക്കളെ നമുക്കറിയാം. അത് യാഥാർത്ഥ്യമല്ലെന്നറിയാം. എന്താ? അബ്രഹാം അതല്ലായിരുന്നു പറയേണ്ടത്. എന്താ പറയേണ്ടത്? അവൻ പറയേണ്ടത് എന്താ? മോനെ, ഞാൻ മോറിയാ മലയിൽ ചെല്ലുമ്പോൾ ഒരു യാഗപീഠം പണിയും, അതിന്റെ മേൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും? കൈയും കാലും കെട്ടി അവിടെ കിടത്തും. നിന്നെ ഞാൻ അവിടെ ഹോമയാഗം കഴിക്കും. ഇത് വഴിയരികെ വെച്ച് പറഞ്ഞാൽ എന്താ ബാലന് സംഭവിക്കുന്നത്? അവൻ എന്ത് ചെയ്യും? മുറിവേൽക്കപ്പെടും. ബാലൻ മുറിവേൽക്കപ്പെട്ടപ്പെടുന്നതിന് ഉപരിയായി അബ്രഹാം പറഞ്ഞതെന്താ? വിശ്വാസം പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, പല ചോദ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഹൃദയം മുറിവേൽക്കുമെന്ന് തോന്നിയാലും ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, മുറിവേൽക്കുന്ന സാഹചര്യത്തിൽ എത്ര പേർക്ക് അതിരം തുമ്പിൽ നിന്ന് ഒരു വിശ്വാസം പുറപ്പെടുവിപ്പാൻ കഴിയും? യഹോവ കരുതുന്നവനാണ്, യഹോവ കരുതുന്നവനാണ്. അബ്രഹാമിന് തീർച്ചയായും അറിയാം. എന്താ അറിയാം? അവനൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതൊന്ന് ദൈവം അവർക്ക് കൊടുക്കും, കരുതും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? വിശ്വാസത്തോടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്.
ദൈവമക്കളെ, സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ നീക്കുപോക്ക് വരുത്തുന്ന ദൈവമാ. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാരണങ്ങൾ തന്നിട്ടുണ്ട്. പിന്നിട്ട സംവത്സരങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ വേടുകളിൽ ഓരോ സന്ദർഭങ്ങളിലും ദൈവം നമ്മളെ വിടുവിച്ച സന്ദർഭങ്ങൾ എത്ര ഒട്ടനവധികളുണ്ട്. ഒരുപക്ഷേ രാത്രിയിൽ തലയണയെ കണ്ണുനീര് കൊണ്ട് നനച്ച സന്ദർഭങ്ങളുണ്ടായിരിക്കാം. അതിൻ്റെ നടുവിലൊക്കെ ദൈവം വിടുവിച്ച് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയത്! ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി അധരം തുറന്ന് ആ കരങ്ങൾ അടിച്ച് നന്ദിയുള്ള ഹൃദയവുമായി ദൈവസന്നിധാനത്തിൽ ആയിരിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒറ്റ താളിൽ തന്നെ 3 വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ആ 3 വിടുതലുകളും നമ്മൾ കാണപ്പെടുന്നത്. ഒന്ന്, ഒരു ഭൂതഗ്രസ്തന്റെ വിടുതലാണ്. 2, രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയുടെ വിടുതലാണ്. 3, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളുടെ വിടുതലാണ്. നമുക്കറിയാം 3 വിടുതലും ഒരൊറ്റ താളില്, ബൈബിളിന്റെ താളില് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂതഗ്രസ്തന്റെ വിടുതല് ദക്കപ്പൊലി ദേശത്ത് അവിടെ റിട്ടയർഡ് പട്ടാളക്കാർ താമസിക്കുന്ന, VIP-കൾ താമസിക്കുന്ന ഒരിടത്തൊരു ഭൂതഗ്രസ്തൻ. അവൻ എന്തൊക്കെയാ? ഹല്ലേലൂയ! അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവന്റെ പേര് യേശു കർത്താവ് ചെന്ന് മാറ്റി. അവന്റെ അഡ്രസ്സേ മാറ്റി. പിന്നെ അവൻ ആരായിരുന്നു? നഗ്നനായിരുന്നു. അവനെ ഉടുപ്പിച്ച് യേശു കർത്താവ് ആ ദേശത്ത് എന്ന് ഭൂതഗ്രസ്തന് മാറ്റം വരുത്തി വിടുതൽ തന്നെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം വിടുതലിന്റെ ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയിൽ പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ എന്ത് ചെയ്തു? അവൾ രോഗം പിടിച്ച്, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ദ പോയിന്റ് ഓഫ് ഡെത്ത്, അവൾ എന്ത് ചെയ്യുക? അത്യാസന നിലയിലായിരിക്കുന്നു. പള്ളിപ്രമാണിക്ക് നന്നായി അറിയാം എവിടെ പ്രാർത്ഥിക്കണമെന്നും എപ്പോൾ പ്രാർത്ഥിക്കണമെന്നും. എന്നാൽ ആ പള്ളിപ്രമാണി എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വീണിട്ട് നിലവിളിക്കുവാനിടയായി. നിലവിളിച്ചു പറയുക, യേശുവേ, നീ എൻ്റെ വീട്ടിൽ വരണം, നീ തന്നെ വരണം, നിനക്ക് പകരം മറ്റാരെയും വരുത്തരുത്, നീ തന്നെ വന്നാൽ പോരാ, നീ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിന്മേൽ എന്ത് ചെയ്യണം? കൈവയ്ക്കണം. അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സീരിയസ്നെസ് ആരോട് അറിയിച്ചു? യേശുവിനോട് അറിയിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് അവിടെ വിടുതൽ വ്യാപരിച്ചെങ്കിൽ, പ്രിയ ദൈവ വൈതലേ, നമ്മുടെ ദൈവം ആരാ? ഉദ്ധാരണങ്ങളുടെ ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കള് എത്ര പേരുണ്ട്? നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ആ കരങ്ങളടിച്ചെന്ന് പറ, എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ഉദ്ധാരണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഇന്നും വിടുവിക്കുന്നവനായ ദൈവം നമ്മുടെ നടുവിൽ ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 12 സംവത്സരം രക്തസ്രാവക്കാരിയായ സ്ത്രീ ലഭിച്ച മുതലെല്ലാം ഏറിയ വൈദ്യനാൽ സഹിച്ച് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. കേട്ടതവൾ പറഞ്ഞതവൾ പ്രാവർത്തികമാക്കി. യേശുവിൻ്റെ തൊങ്ങലിൽ എന്ത് ചെയ്തു? വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ശക്തി വ്യാപരിച്ച് അവളിൽ എന്ത് ചെയ്തു? സൗഖ്യം വന്നു. ദൈവവൈതലേ, ഒരു കാര്യം മനസ്സിലാക്കണം. രോഗമുള്ളവളായി അവൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് സൗഖ്യമുള്ളവളായി അവൾ എന്ത് ചെയ്തു? തിരിച്ചുപോയി എന്നുള്ളതാണ്. ആശരണയായി അവൾ യേശുവിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്നെങ്കിൽ അവൾ എന്ത് ചെയ്തു? ശരണമുള്ളവളായി അവൾ കടന്നുപോയി. ബാധയുള്ളവളായി അവൾ കടന്നു വന്നെങ്കിൽ
ബാധ ഒഴിഞ്ഞവളായി അവൾ കടന്നുപോയി. പ്രിയ ദൈവവൈതലേ, ഒരു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒറ്റത്താളിൽ തന്നെ 3 വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ 3 വിടുതലും ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരു വിടുതൽ എന്ന് പറയുന്നത് ഭൂതഗ്രസ്തന്റെ വിടുതല. അതാരും അവൻ ആവശ്യപ്പെട്ടിട്ടല്ല. അവരെന്ത് ചെയ്തു? യേശു ആവശ്യപ്പെടാതെ അവൻ്റെ നിലവിളി കേട്ട് ആ ദേശത്ത് ചെന്ന്, ആ കപ്പലി ദേശത്ത് ചെന്ന് അവനെ വിടുവിച്ചെങ്കിൽ പ്രിയ ദൈവവൈതലേ, ഒരു പക്ഷേ ആരും അറിയാതെ നിന്റെ നിലവിളിയും തേങ്ങലും നിന്റെ അപേക്ഷയും കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? കൂടെ ഇരുന്ന് ആരാധിക്കുന്നവര് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും നിന്നെ മുറ്റുമായി അറിയുന്ന ഒരു ദൈവം ഇന്ന് പകലില് നമ്മുടെ നടുവില് കടന്നു വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആ കരങ്ങളടിച്ച് ഒന്ന് പറയാമോ? എന്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുന്ന ദൈവമാണ്. രണ്ടാമത്തെ വിടുതല് കാൽക്കൽ വീണ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ നിലവിളിച്ച് യേശു വരണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിടുതല്. മൂന്നാമത്തെ വിടുതൽ എന്താ? ഹല്ലേലൂയ, കേറി പിടിച്ച് യേശു പോയപ്പോഴെന്ത് ചെയ്തു? കേറി തൊട്ട് സൗഖ്യം വ്യാപരിച്ചെങ്കിൽ ഹല്ലേലൂയ. ബൈബിളിൻ്റെ ഒറ്റത്താളില് മറക്കാൻ കഴിയാത്ത വലിയ 3 വിടുതലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാം സേവിക്കുന്ന ദൈവം വിടുതലിൻ്റെ ദൈവമാണ്, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു നീക്കുപോക്ക് ഒരുവനിലുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിങ്കിൽ മാത്രമാണ് ആ നീക്കുപോക്കുള്ളതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? എൻ്റെ ദൈവം എൻ്റെ രോഗക്കിടയ്ക്ക് ഒരു നീക്കുപോക്ക് വരുത്തുന്നവനാണ്. എൻ്റെ ഇന്ന പ്രശ്നത്തിന് ഒരു നീക്കുപോക്ക് വരുത്തുന്നവനാണ്. എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ പാർപ്പിടത്തോടുള്ള ബന്ധത്തിൽ ഒരു നീക്കുപോക്ക് വരുത്തി എന്നെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? നിന്റെ മനസ്സിൽ കൂടി ഓടി മറയുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ. ഒരു വിടുതലായി ആഗ്രഹിക്കുന്നെങ്കിൽ ആ കരങ്ങള് ശക്തിയോടെ ഒന്നുകൂടെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ബൈബിളിന് ഒരു ഭാഷയുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. എത്ര കുത്തി ഒഴുകുന്ന ചെങ്കടലാണെങ്കിലും വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ഒരു പാതയുണ്ട്. സ്തോത്രം. ഹുങ്കാര ശബ്ദത്തോടെ 6 ലക്ഷത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്കും കുത്തിയൊഴുകുന്ന ചെങ്കടലിലും വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? അടിത്തട്ടിലൊരു പാതയുണ്ടെന്ന ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ഈ ലോകം എത്ര തലകുത്തിയിരുന്നാലും അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങൾ നേരിട്ടാലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക്, ഹല്ലേലൂയ, ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് എനിക്കൊരു വിടുതലുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ആഴമായി നമുക്കൊന്ന് വിശ്വസിച്ച് ഏത് മേഖലയിലാ നിനക്ക് വിടുതൽ ഉണ്ട് എന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷേ അങ്ങ് വിദൂരതയിൽ ഹല്ലേലൂയ രോഗക്കിടക്കയായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, ഏതിൻ്റെ നടുവിലായാലും എനിക്കൊരു വിടുതലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. എന്താ? ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ വന്ന് ഒരു പ്രൈവറ്റ് റോഡാ തൻ്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തത്? തുറന്നു കൊടുത്തത്. ആർക്ക് വേണ്ടി തുറന്നു കൊടുത്തതാ? അതിലെ ഇതിലെയും പോകുന്നവർക്ക് വേണ്ടിയല്ല. പെസഹയും ചോരത്തളിയും ആചരിച്ച തൻ്റെ ജനത്തിന് വേണ്ടി മാത്രം ഒരു റോഡ്, ഒരു പാത സർവശക്തനായ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ ഇന്നലെ വരെ ആരും നടക്കാത്തതും നാളെ ആർക്കും നടക്കാൻ പറ്റാത്തതുമായ ഒരു പാത സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് പകലില് വഴിമുട്ടി നിൽക്കുന്ന സ്ഥാനത്ത് 7 പാത തിരഞ്ഞെടുക്കണമെന്ന് ഭാരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ദൈവവേദിലെ ഇന്ന് പകലില് വിളിച്ചു പറയട്ടെ, ഓ നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണെന്ന് ഒന്നുകൂടെ വിശ്വസിച്ച് ആ കരങ്ങളടിച്ച് പറ. ആരും നടന്നിട്ടില്ലാത്തതായ
ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വഴി ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത, ചെവി കേൾക്കാത്ത, മനസ്സിൽ കാണാത്ത ഒരു പുതുവഴി എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? തൻ്റെ ജനത്തിനു വേണ്ടി മാത്രം തുറന്നു കൊടുത്ത ദൈവമാ. നമ്മുടെ ദൈവം ആരാ? ഉദ്ധാരണങ്ങളുടെ ദൈവമാ. നമ്മുടെ ദൈവം ആരാ? നീക്കുപോക്ക് വരുത്തുന്ന ദൈവമാ. സ്തോത്രം. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രസംഗിച്ച് വിടാൻ വളരെ എളുപ്പമാ. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 6000 വർഷങ്ങൾക്ക് ശേഷം യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവാകുന്ന ദൂരദർശനിലൂടെ കാണുന്ന ഒരു ചിത്രമുണ്ട്. യെശയ്യാ പ്രവചനം 51:9 വാക്യം, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, പണ്ടേയുള്ള ഹല്ലേലൂയ ഭുജമേ ഉണരുക, പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെട്ട ഭുജമേ ഉണരുക, ഉണരുക, ശക്തീകരിക്കുക. അടുത്ത പദം, അവൻ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. രഹബെന്ന് പറഞ്ഞാല്, മഹാനക്രമെന്ന് പറഞ്ഞാല്, മഹാസർപ്പമെന്ന് പറഞ്ഞാല് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പുറപ്പാടിനെ തടഞ്ഞതാ. സ്തോത്രം. അവർ ചെങ്കടലിൽ കടന്നു വന്നപ്പോൾ എന്താ തടയാൻ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ബൈബിൾ ഡിക്ഷണറിയും അതുപോലെ തന്നെ കമന്ററിയൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് നന്നായി മനസ്സിലാക്കാം. ദ മാസ്റ്റർ ഓഫ് സീ എന്ന അവിടെ എഴുതിയിരിക്കുന്നത്. രഹബിന്റെ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത് കടലിലെ നായകൻ, തടയുന്ന നായകൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ, അവരുടെ വാഗ്ദത്തത്തെ തടയാൻ ഒരു രഹബ് ചെങ്കടലുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അവനെ വെട്ടിക്കളഞ്ഞ് അവരുടെ പുറപ്പാടിനെ സുഗമമാക്കിയെങ്കിൽ നമ്മുടെ ദൈവം ആരാ? ഉദ്ധരിക്കുന്ന ദൈവമാ, ഉദ്ധാരണങ്ങളുടെ ദൈവമാ. അവൻ നീക്കുപോക്ക് വരുത്തുന്ന ദൈവമാണ്. വാഗ്ദത്തത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില രഹബ് ശക്തികൾ, ചില മഹാസർപ്പത്തിന്റെ ശക്തികൾ നിന്നെ തടയുന്നെങ്കിൽ വാഗ്ദത്തത്തിൽ നീ കാല് വയ്ക്കുകയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇന്ന് പകല് കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? നിന്റെ കരമടിയില്, പ്രാർത്ഥനയില് തടസ്സങ്ങളെ പൊട്ടിച്ചെറിയുന്ന ദൈവം, മരുഭൂമിയെ പോലും മലവാടിയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ എന്ത് ചെയ്തു? കുത്തിക്കളഞ്ഞവൻ നീയല്ലോ. വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ 6 ലക്ഷം പേരെ അല്ലെങ്കിൽ ചെങ്കടൽ താഴ്ത്തിക്കളയാൻ ദൂറ്റാൻ പദ്ധതിയിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. സ്തോത്രം. കടലിന്റെ നായകനെ വാളെടുത്ത് വെട്ടി തടസ്സങ്ങളെ പൊട്ടിച്ചെറിഞ്ഞെങ്കിൽ പ്രിയ ദൈവവൈതലെ, പലപ്പോഴും നമ്മുടെ വാഗ്ദത്തത്തെ തടസ്സം ചെയ്യുന്ന രഹബ് ശക്തികള്, മഹാസർപ്പത്തിന്റെ ശക്തികള് ഈ ആരാധന മുഖാന്തരം അങ്ങ് വിദൂരതയിൽ നിന്റെ ഭവനത്തിന് ചുറ്റും, തലമുറയ്ക്ക് ചുറ്റും, നിന്റെ ഓഫീസിൽ നിലകൊള്ളുമ്പോൾ ഇന്ന് പകലില് ആത്മാർത്ഥതയോടെ വിശ്വസിച്ച് ആ കരമടിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ അന്യഭാഷ അടയാളത്തോടെ അല്പസമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ദൈവമക്കൾ എത്ര പേരുണ്ട്? അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാ, അവൻ ഇന്നും വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ എത്ര വലിയത്! വിടുതലിന്റെ കരം. ഹല്ലേലൂയ. തലമുറയുടെ വിഷയത്തിന് ഹല്ലേലൂയ. ഏത് രോഗാവസ്ഥയിലായിരുന്നാലും, സാമ്പത്തിക പ്രശ്നമായാലും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കള് ഇന്ന് പകലിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതൊരു പക്ഷേ എന്റെ രോഗമായിരിക്കും. സർവശക്തനായ ദൈവം രഹബിനെ വെട്ടി ഹല്ലേലൂയ മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞ് എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? അക്കരദേശത്തെത്തുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. നാം സേവിക്കുന്ന ദൈവം ആരാ? വിടുവിക്കുന്ന ദൈവമാ. നാം സേവിക്കുന്ന ദൈവം ആരാ? ഉദ്ധാരണങ്ങളുടെ ദൈവമാ. സ്തോത്രം.
ഏതെങ്കിലും കാര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നീക്കുപോക്ക് ലഭിച്ചു എന്ന ഉറപ്പുള്ള മാതാപിതാക്കൾ എത്ര പേരുണ്ട്? സഹോദരി സഹോദരന്മാർ എത്ര പേരുണ്ട്? ഇന്ന് പകലിവിടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന ഒരു വിഷയത്തിൻ്റെ മേൽ കഴിഞ്ഞ നാളുകളിൽ എനിക്കൊരു നീക്കുപോക്ക് ഉണ്ടായിരുന്നു എന്ന ഉറപ്പുള്ള ദൈവമക്കൾ, ഒരു നീക്കുപോക്ക് വരുത്തിയാണ് ഞാൻ ഈ രാജ്യത്ത് എത്തിയെന്ന ഉറപ്പുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കരങ്ങളടിച്ച് ശബ്ദം ഉയർത്തി ആത്മാർത്ഥതയോടെ നന്ദിയോടെ 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 ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കറിയാം, വാഗ്ദത്തത്തിനെതിരായി നിന്ന ജെരിഹോ മതിൽ കാണത്തക്ക ഒരായുധവും കയ്യിലില്ലായിരുന്നു. ഒരു കൂട്ടം ജനം എന്ത് ചെയ്തു? ആർപ്പിടാൻ അധരം തുറന്നപ്പോൾ പടുകൂറ്റൻ മതില് അവരുടെ നടുവിൽ എന്ത് ചെയ്തു? താണുപോയി. എപ്പോഴാ? ആർപ്പിടാൻ ഒരു കൂട്ടം ജനം അധരം തുറന്നപ്പോൾ, ശത്രു സൈന്യം നോക്കിയപ്പോൾ ഇവരുടെ പക്കൽ എന്തില്ല? കാണത്തക്ക ഒരു ആയുധവും ഇല്ലാതിരുന്നിട്ടും ആർപ്പിടാൻ വേണ്ടി അധരം തുറന്ന ദൈവജനത്തിന്റെ മുൻപില് വാഗ്ദത്തത്തിനെതിരായി നിന്ന മതില് താണുപോയെങ്കിൽ, പൊട്ടി മാറിയെങ്കിൽ, ഇന്ന് പകല് നിന്റെ വാഗ്ദത്തത്തെ മുടക്കിക്കളയുന്ന ചില മതിലുകൾ നിനക്കെതിരായി നിലകൊള്ളുമ്പോൾ ഇന്ന് പറ ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് ആർപ്പിട്ട് ആ കരമടിച്ച് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിൽ നിന്റെ മുൻപില് ഹല്ലേലൂയ പൊട്ടി മാറാത്ത ഹല്ലേലൂയ പൊട്ടിമാറാത്ത ഹല്ലേലൂയ ഒരു മധുരമില്ല. വാഗ്ദത്തം നിന്നെ കാണിക്കയില്ല എന്ന്, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം നിന്നെ കാണിക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം ആൾക്കാര് അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ, അവരൊരുമിച്ച് നിന്ന് ആർപ്പിട്ടപ്പോൾ ഒരു മതിൽ എന്ത് ചെയ്തു? വീഴുകയുണ്ടായി. അവർ വാഗ്ദത്തം കണ്ടെങ്കിൽ നമ്മളുടെ ദൈവം ആരാ? ഉദ്ധാരണങ്ങളുടെ ദൈവമാ. എല്ലാവരും ചേർന്നെന്ന് പറയാമോ? നമ്മുടെ ദൈവം ആരാ? വിശ്വസിച്ചെന്ന് പറയാമോ? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. 2 വട്ടം പറയുമ്പോൾ ഒരു പവർ എന്ത് ചെയ്യും? ഹൃദയത്തിലേക്ക് ആഴമായി പതിയും. ഞാൻ സേവിക്കുന്ന ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്കൊരു നീക്കുപോക്ക് തരും. ഹല്ലേലൂയ. 2024 അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാ. അതിങ്ങ് വിദൂരതയിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരന്മാർ ആരെങ്കിലും എവിടെങ്കിലും കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ, ഞാൻ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം വിടുതൽ നൽകുന്ന ദൈവമാ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നീ സഞ്ചരിച്ച വാഹനങ്ങൾ, ഹല്ലേലൂയ, നീ പ്രവർത്തിച്ച മേഖലകളിൽ നീ വിടുതൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാ. നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാ. നീക്കുപോക്ക് വരുത്തുന്ന ദൈവമാ. സ്തോത്രം. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം, ചെങ്കടൽ വിഭാവിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മോശ കൈനീട്ടി എന്ത് ചെയ്തു? ചെങ്കടൽ 2ആയി. അതിനേക്കാൾ അപ്പുറം മോശയുടെ കൈമേൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. സ്തോത്രം. അതുകൊണ്ടാ ഹല്ലേലൂയ ചില കത്തുദാസന്മാരൊക്കെ ഹല്ലേലൂയ ബിജു ചെറിയാനെ പോലുള്ള ആത്മീയരായ അനുഗ്രഹീത കത്തുദാസന്മാർ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ശിശുക്കളുടെ മേൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേൽ കരം വയ്ക്കുമ്പോൾ തൻ്റെ കൈയുടെ ശ്രേഷ്ഠതയല്ല, ആ കരത്തിന്മേൽ ഏത് കരമുണ്ട്? ഒരാത്മാവിൻ്റെ കരം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? നിന്റെ കരം ഹല്ലേലൂയ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് നിന്റെ കരം വയ്ക്കുമ്പോൾ ആ കരത്തിന്മേൽ എന്തിറങ്ങി വരും? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടല്ലോ ദൈവമക്കളെ, 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇരുന്നോളാം. അല്ലെ, നാം അറിയാതെ, എന്തിനേറെ പറയുന്നു, നാം അറിയാതെ നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മോട് പറഞ്ഞിട്ടല്ല. ഉദാഹരണം, പത്രോസിനോട് നമുക്ക് ചോദിക്കാം. യേശു കർത്താവ് പറയുക, പത്രോസേ, എത്ര വട്ടം സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. എന്തിനാ?
ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയാൻ. പാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പഴയ മനുഷ്യർക്ക് അറിയാം. നമ്മുടെ മാതാക്കൾ എന്ത് ചെയ്യുന്നു? ധാന്യങ്ങളിട്ട് മുറത്തിലിട്ട് പാറ്റുമ്പോൾ, അത് പൊക്കി താഴോട്ടിടുമ്പോൾ അതിനകത്തുള്ള ചില ധാന്യങ്ങൾ മുറത്തിന് പുറത്താ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനോട് പറയുക, പത്രോസേ, സാത്താൻ എത്രയോ പ്രാവശ്യം നിന്നെ പാറ്റിക്കളഞ്ഞ് കൃപയുടെ മുറത്തിൽ നിന്ന് നിന്നെ പുറത്തു കളയാൻ എത്ര വട്ടം അനുവാദം ചോദിച്ചു. എങ്കിലും നിന്റെ വിശ്വാസം പൊയ്പോകുമോ എന്ന് പറഞ്ഞ് ഞാൻ അനുവദിച്ചില്ല. പ്രിയ ദൈവവൈതലേ, നാം അറിയാതെ, പത്രോസ് അറിയാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിക്കുന്ന, ഉദ്ധരിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നീ ഓടിച്ച വാഹനത്തെ, നീ കയറിയ അല്ലെങ്കിൽ വാഹനത്തെ നീ നടന്നു പോയപ്പോൾ വഴിതിടാതെ നിന്റെ കാല് സൂക്ഷിച്ച ഒരു ദൈവത്തിന്റെ കരം നിന്നോട് പറയാതെ നിന്നെ ഉദ്ധരിച്ച ദൈവത്തിന്റെ കൃപകൾ എത്ര വലിയത്! ആ കരങ്ങളടിച്ച് ഒന്നുകൂടെ പറ, എന്നോട് അനുവാദം ചോദിക്കാതെ, ഞാൻ അറിയാതെ. നാം അറിയാതെ. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ സാമർഥ്യമല്ല, നാം കഴിച്ച ഗുളികയുടെ ബലമല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കള് ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, കൃപയാണ്, കൃപയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിനെതിരെ ആരാ വന്നത്? ലാബാൻ വന്നു. ഗിലെയാദ് ചരിവില് ഒരു ഭാഗത്ത് യാക്കോബും കൂട്ടരും ഇരിക്കുക, മറുഭാഗത്ത് ലാബാനും കൂട്ടരും. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എന്തിനാ ലാബാൻ വന്നത്. യാക്കോബിനെ കണ്ടാൽ ഒരു പക്ഷേ എന്തു ചെയ്യും? അവർ കൊന്നുകളയും. ആ സാഹചര്യമുണ്ട്. പക്ഷേ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളില് ഹല്ലേലൂയ കിടന്നപ്പോൾ സർവശക്തനായ ദൈവം യാക്കോബിന് ലാബാന് വെളിപ്പെട്ടിട്ട് പറയാ, എന്റെ ദാസനായ യാക്കോബിനെ നീ എന്ത് ചെയ്യരുത്? ഒരു ദോഷവും എന്ത് ചെയ്യരുത്, ചെയ്യരുത്. സ്തോത്രം. ലാബാൻ പറയുക, തലേ രാത്രി എൻ്റെ ദൈവം എനിക്ക് എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഹല്ലേലൂയ. യാക്കോബേ, നിന്നെ പരിപാലിച്ച ദൈവമാ. നീ അറിയാതെ ലാബാന്റെ പക്കൽ നിന്ന് നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാ? ഇന്ന് പകൽ ഒന്നുകൂടെ പറ, ഉദ്ധരിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്. ഏത് കഷ്ടത്തിൽ കൂടി, ഏത് പ്രയാസത്തിൽ കൂടി നീ നീങ്ങിയാലും എനിക്കൊരു വിടുതല് ഇതിനപ്പുറത്തുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട് ഈ മാഞ്ചസ്റ്റർ പട്ടണത്തിൽ? എനിക്കൊരു വിടുതലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന പ്രസംഗത്തിൽ കൂടെ, വചനത്തിൽ കൂടെ എനിക്കൊരു വിടുതലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കള് ആ കരങ്ങളടിച്ച് ഒന്നുകൂടെ പറ, അല്ലെങ്കിൽ എന്റെ തലമുറയ്ക്ക് ഒരു വിടുതലുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്. എന്റെ ദൈവം വിടുതലിന്റെ ദൈവമാ, നീക്കുപോക്ക് വരുത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ കൃപ എത്ര വലിയത്! നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 5 കാരാഗ്രഹങ്ങളാ. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ കാരാഗ്രഹം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 1 മുതലുണ്ട്. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നിയോഗത്താല്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ തുടങ്ങി. അത് സദൂക്യർക്കും പരീശന്മാർക്കും എന്ത് ചെയ്യൂ? അസൂയ കൊണ്ട് അപ്പോസ്തലനെ പിടിച്ച് അവർ ജയിലിലിട്ടു എന്നുള്ളതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ജയിലിൻ്റെ കവാടം തുറന്ന് അപ്പോസ്തലനെ രക്ഷിച്ചു. അപ്പോഴും എന്തുണ്ട്? അവിടെ ജയിലുണ്ട്, കുറ്റവാളിയുണ്ട്, എല്ലാം ഉണ്ട്. അടുത്ത 2-ാമത്തെ കാരാഗ്രഹം കാണുന്നത് 12-ാം അധ്യായത്തിലാ. അവർ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോഴ ദൂതൻ ഇറങ്ങി 1-ാം വാതിൽ, 2-ാം വാതിൽ, വീഥിയിലുള്ള വാതിലും എന്ത് ചെയ്തു? കടന്നു വന്ന് പുറത്തു വന്നു. അപ്പോഴും ജയില് അവിടെയുണ്ട്. 3-ാമത്തെ കാരാഗ്രഹം കാണുന്നത് 16-ാം അധ്യായത്തിലാ.
അവിടെ അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അവർ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ ആരാധന നടത്തി. പ്രിയ ദൈവ പൈതലേ, ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പിന്നെ അവിടെ കാരാഗൃഹം ഇല്ല. അപ്പോസ്തലന്മാരെ പിടിച്ചിട്ട കാരാഗൃഹങ്ങൾ പിന്നെ അവിടെ കാണാനില്ല. പ്രിയ ദൈവ പൈതലേ, ഞാനൊരു കാര്യം പറയാം. നാളുകൾ കൊണ്ട് ശത്രുവാകുന്നവന് നിന്നെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ ഉങ്കാര ശബ്ദത്തോടെ ഹല്ലേലൂയ നിന്നോട് ചീറിപ്പായുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നാളുകൾ കൊണ്ട് നീണ്ടു നിൽക്കത്തില്ല. ഹല്ലേലൂയ പിടിച്ചിട്ട കാരാഗ്രഹം മൊത്തം ഇല്ലാതാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ഉറപ്പുള്ള ദൈവമക്കള് എത്ര പേരുണ്ട്? നാം സേവിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാരാ. അവൻ വിടുവിക്കുന്ന ദൈവമാ, ഉദ്ധരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ദൈവമക്കള് ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആ കരങ്ങളടിച്ച് പറ, എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റാട്ടെ. കേൾപ്പിച്ച വചനങ്ങൾ ഒന്നുകൂടെ ദൈവസന്നിധാനത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ദൈവം ആരാ, നമ്മുടെ ദൈവം ആരാ. വിടുതൽ കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലൊരു വിടുതൽ, എൻ്റെ തലമുറയ്ക്കൊരു വിടുതൽ, ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസ് രംഗങ്ങളിൽ എനിക്കൊരു വിടുതൽ വേണം, വിടുതൽ വേണമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? എൻ്റെ ശരീരത്തിൽ നാളുകൾ കൊണ്ട് ചില രോഗങ്ങളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മറ്റാരോടും പറയാൻ കഴിയാത്തതാണ്. അതിനൊരു വിടുതൽ എൻ്റെ ദൈവമേ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഒരു വിടുതൽ കൊതിക്കുന്ന ദൈവമക്കൾ, വിടുതൽ കൊതിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. വിടുതൽ കൊതിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ. ലഭിച്ച ആത്മനിയോഗത്താൽ ശക്തിയോടെ അധരം തുറന്ന് ഹല്ലേലൂയ, എൻ്റെ ദൈവമേ എനിക്കൊരു വിടുതൽ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം